നമ്മളിപ്പോൾ ഉള്ളത് നാഗാലാൻഡിലെ വിസീമ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ അടുത്ത് തന്നെ സുക്കോ വാലി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വുഡിങ് ഫോറസ്റ്റുകളുടെ ട്രക്കിങ്ങാണ്. നമ്മളത് അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇന്ന്. നല്ല ക്ഷീണമാണ്, പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു ഇവിടം വരെ വന്ന സ്ഥിതി അത് കാണാതെ പോകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഈ കാണുന്നവരൊന്നുമല്ല, നമ്മൾ മുകളിലോട്ട് ചെല്ലുന്നവർ അതോട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം. നമ്മുടെ ഗോപ്രോയ്ക്ക് 100 രൂപ വാങ്ങിച്ചുകൊണ്ട് പിന്നീട് ആൾക്കാർക്ക് ഒരു 100 രൂപയും. പിന്നീട് അങ്ങോട്ടുള്ള റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൊളിഞ്ഞെടുക്കുകയാണ്. നമ്മുടെ ഇതുപോലത്തെ സുമോ അങ്ങനത്തെ വലിയ വണ്ടികൾ മാത്രമേ പോകത്തുള്ളൂ. നമ്മുടെ ബൈക്ക് കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്താൻ പറ്റുമായിരിക്കും, പക്ഷേ മുകളിൽ എത്തുമ്പോഴത്തേക്ക് എന്താവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഭയങ്കര ടഫാണ്. നമ്മൾ വേറൊരു റോഡ് അറ്റംപ്റ്റ് ചെയ്യാൻ പോയിരുന്നു, പക്ഷേ അത് അതിനെക്കാട്ടി മോശമായിരുന്നു. അങ്ങനെ നമ്മൾ 2 വഴിയും പെട്ടിരിക്കുകയാണ്. നമ്മൾ ഏത് വഴി പോകും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏത് വഴി പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ സുക്കോ വാലി ട്രെക്കിങ്ങിന് രാവിലെ ഇറങ്ങിയതാണ്. അപ്പം വഴി ഭയങ്കര മോശമാണ്. നമ്മൾ ആദ്യം സക്കാമ റൂട്ടിൽ പോയി. സക്കാമ റൂട്ടിൽ കുത്തനെയുള്ള കയറ്റമാണ്, വണ്ടി പോവില്ല, ബൈക്ക് പോവില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി വിസീമ വഴി വന്നു. അവിടെ റോഡ് ഭയങ്കര മോശം. അങ്ങനെയാണ് ബാക്കിലിരിക്കുന്ന ബോസിനെ നമ്മൾ കണ്ടത്. അപ്പോൾ പുള്ളി ഒരു കാർ വന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങളെ കാറിനകത്ത് നൈസായിട്ട് കയറി. ഇത് ബൈക്കിൽ വരുന്നേരം നമ്മുടെ എണ്ണയും തീർന്നേനെ, കുറച്ച് ബുദ്ധിമുട്ടായേനെ, സമയം പോയേനെ, വേസ്റ്റ് ആയേനെ. അപ്പോൾ നമ്മൾ നമ്മുടെ കാറിനകത്ത് പോവാം. ടിക്കറ്റ് കൗണ്ടറിൽ നമ്മളൊരു 7-8 കിലോമീറ്റർ പുറത്താണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് പോയത്. എനിക്ക് സത്യത്തിൽ ആദ്യം വാരിച്ചോരയാണ് ഓർമ്മ വന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വാരിച്ചോര എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ ലെവലായിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് പോയത്. നല്ല ഹൈറ്റിലേക്കാണ് നമ്മളിവിടെ കയറിക്കൊണ്ടിരുന്നത്. 2 സൈഡിലും നല്ല അടിപൊളി വ്യൂ ആണ്. താഴെ കൂടെ നമുക്ക് വൈകുന്നേരം തിരിച്ചു പോകേണ്ടുന്ന ഹൈവേ ഒക്കെ കാണാമായിരുന്നു. എന്തായാലും അത്യാവശ്യം നല്ല കുലുക്കവും നല്ല ആട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഒരു മലയാളി കമ്പാനിയനെ കൂടെ കിട്ടി. അവരും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊക്കെ താമസിക്കുന്നവരാണ്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് വന്ന് പരിചയപ്പെടാൻ വിധിച്ചിരുന്നത്. എന്നിരുന്നാലും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ വേറൊരു കർണാടകത്തിൽ നിന്ന് കണ്ടുള്ളവരാണ്. അവർ ആക്ച്വലി അവിടെ സ്റ്റേ ചെയ്യാൻ പോകണം. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പലരും കയറിയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ച് അടുത്ത ദിവസമായിട്ടാണ് ഇറങ്ങുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് വല എന്നൊക്കെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ. ബൈക്കും കൊണ്ട് കയറാനായിട്ട് ഇരുന്നായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ 3G അടിച്ച് അവിടെ ഇരുന്നേനെ. ബൈക്കും പോയേനെ, ലഗേജും പോയേനെ, നമ്മളും ബുദ്ധിമുട്ടിയേനെ. കാരണം പകുതി വഴിക്കൊക്കെ കടന്നു പോയാൽ അവിടെ അങ്ങ് ആരുമില്ല. അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചയെന്ന് പറയുന്നത് അന്യായമാണ്, നല്ല സൂപ്പറാണ്. ഇപ്പോഴും അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം നമ്മൾ മുകളിലേക്ക് കയറുന്ന കാഴ്ച ചിലപ്പോൾ ഇതിലും ഒക്കെ അടിപൊളിയാണ്. ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു വാലിയിലൊക്കെ വെച്ചുള്ള കാർട്ടൂണുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് പിന്നെ നമുക്ക് അതിനെപ്പറ്റി ബോധമൊന്നുമില്ല. ഇപ്പോഴാണ് ആ ഫോട്ടോസൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ്, ചെല്ലണം, കാണണം എന്നൊക്കെയുള്ളത്. അങ്ങനെ നമ്മൾ നമ്മളുടെ സുക്കോ വാലി ട്രെക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ യാത്രയിലെ 3ാമത്തെ ട്രെക്കിംഗ്, 3ാമത്തെയും നോക്കട്ടെ. ഒക്കുമെങ്കിൽ മിസോറാമില് ലൂഷാ ഹിൽസ് എന്ന് പറയുന്ന ട്രെക്കിംഗ് ഇവിടെ ബാക്കിയുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മുടെ സാഹചര്യവും സമയമൊക്കെ ഒരിച്ചിരി ചോറ് തരുമെന്ന് ചോദിച്ചു വന്നതാ സാറേ. ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ലൂഷാ ഹിൽസിലൂടെ ട്രെക്കിംഗ് ബാക്കിയുണ്ട്. അവിടെ പറ്റുന്നുണ്ടെങ്കിൽ ട്രെക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ സാഹചര്യവും സമയമൊക്കെ അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് വലിയ സീനില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. കയറ്റം കയറി തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ചിലരൊക്കെ പറഞ്ഞായിരുന്നു കുഴപ്പമൊന്നുമില്ല, എളുപ്പമാണെന്നൊക്കെ. വെറും തോന്നല് മാത്രമാണ്. ഭയങ്കര എളുപ്പമാ. ഒന്നേരം 100 വരച്ചിലേക്ക് ഞങ്ങളുടെ നാട്ടുകാരായ 2 പേരെ കൂടെ ഞങ്ങൾ ഇരിക്കുകയാണ്. ഒരാൾ മുന്നേ നടക്കാണ്. വിശദമായിട്ടുള്ള പരിചയപ്പെടലൊക്കെ മേളിൽ ചെന്നിട്ട് നമ്മൾ അതുപോലെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നാഗാലാൻഡ് ഹോൺബില്ല് കാണാനായിട്ട് കേരളത്തിൽ നിന്ന് അവിടെയുള്ള സകലരും ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ കൂട്ടിയിടിച്ചിട്ട് നടക്കാൻ വയ്യായിരുന്നു. മൊത്തം മലയാളികളായിരുന്നു. എനിക്ക് സംസാരിക്കാൻ വയ്യാത്തോണ്ട് ഇങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്ത ട്രക്കുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. കൊച്ചിനെ പ്രോത്സാഹനം കൊടുത്ത് കഴിച്ചു. രാവിലെയൊക്കെ കുറേ പേര് കയറിയിട്ടുണ്ട്. അവരൊക്കെ റിട്ടേൺ ചെയ്യാണ്. അപ്പോൾ ഇവിടെ വരുന്നുണ്ടോ നിൽക്കിനിക്ക്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ട്രക്ക് ചെയ്ത സ്ഥലത്തെ കൂട്ടത്തെ
എന്തുവാടി കണ്ണാപ്പി? ആ വരുന്നു, വാ വീഡിയോ എടുക്കുക. വാ. വീഡിയോ എടുത്തിട്ട് പറയാം. നേരത്തെ ട്രക്ക് ചെയ്ത സ്ഥലത്ത് കൂട്ടത്തിൽ ഒരു മരങ്ങളോ ചെടികളോ ഒന്നുമല്ല. നമ്മളെ രണ്ട് സൈഡിലും ഒരുപാട് തരത്തിലുള്ള ഉണ്ട്. ഞാൻ ഇത് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഈ ബെറി ഇവർ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. ഈ ചുമന്ന സാധനം വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നില്ല. ഇത് പക്ഷേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി മേളിലാ ബാക്കി കാഴ്ചകള്. എളുപ്പമാന്ന് പറഞ്ഞ ടീമാ. ഈ മുഖം ഇങ്ങോട്ടൊന്ന് കാണിച്ച്. ഇച്ചിരി സ്റ്റീപ്പ് നമ്മള് പറയുന്നതല്ല. ചെയ്യണ്ട. സൂപ്പർമാൻ അല്ലയോ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കയറ്റം അത്രയ്ക്ക് ടഫായിരുന്നില്ലെങ്കിൽ കൂടിയും നമ്മുടെ ബോഡി ക്ഷീണിച്ചുകൊണ്ടാണ് അത്രയും കയറിപ്പോകാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അതുമാത്രമല്ല ചിലയിടത്തൊക്കെ ഈസി ഷോർട്ട് കട്ട് എടുത്ത് ഇങ്ങനെ കുറച്ച് പരിപാടികളെ കാണിച്ചത് പിന്നെ നന്നായിട്ട് ക്ഷീണിക്കുകയും ചെയ്തു. അപ്പോൾ മര്യാദയ്ക്കുള്ള വഴി കിടപ്പുണ്ട്. അവളെ കൂടെ ക്യാരി ചെയ്യേണ്ടതായിട്ട് വന്നു. അതും നല്ല ടഫാണ്. ചെറിയ മഴ ചാർന്നുണ്ടായിരുന്നു. മോളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഡിസംബറിലല്ലേ സ്നോഫോൾ കിട്ടുമെന്ന്. ഭയങ്കര എളുപ്പമുള്ള ട്രെക്കിങ് കേട്ടോ. അതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത്. നീ അല്ലേടി പുള്ളിയെ പറഞ്ഞത് എളുപ്പമാണെന്ന്. അതുപോലൊക്കെ ഇരിക്കുന്നു. പക്ഷെ കൊടുങ്കാട്, നല്ല വന്യത, ഒരൊറ്റ കിളിയെ പോലും കാണുന്നില്ല. യുവമാരെ കയ്യിലുള്ള തെറ്റാലും കൊണ്ട് നടക്കുകയാണ്. വല്ല കിളിയെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അടിച്ച് പറക്കുക, പൊരിക്കുക, തിന്നുക. സമ്മതിക്കണം അവന്മാരെ. അയ്യോ, ക്ഷീണിച്ചിട്ട് വയ്യ. അപ്പൊ ഇതൊരു നല്ല വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ട്രക്ക്. തണുപ്പ്, അതുപോലെ തന്നെ നമുക്ക് ശ്വസിക്കാനുള്ള പാട്, ചെറുതായിട്ടൊന്ന് ബോധക്ഷയമല്ല, എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ലോ ആവുന്ന പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം അബദ്ധം പറ്റിയത് സാധാരണ ഫ്രൂട്ട്സ് വാങ്ങിച്ച് എന്തെങ്കിലും ഇടുന്ന പഴമാണ് അതിന് ബെസ്റ്റ് എനിക്ക് എപ്പോഴും. അപ്പോൾ ഇവിടുത്തെ പഴം കൊള്ളത്തില്ലെങ്കിൽ എൻ്റെ അഹങ്കാരമാണ് ഇന്നലെ മേടിക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടുപോയത്. നമ്മളിലെ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്നൊന്നും മേടിക്കാൻ തോന്നിയില്ല, അവിടെ നിന്ന് ഓടി. അത് അതിൽ നമ്മൾ ഇത്രയും കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ യാത്രകൾ ചെയ്തുകൊണ്ടേ ഇരിക്കല്ലോ, അതുകൊണ്ട് ബോഡി വീക്കാണ്. അപ്പം എയർഫോഴ്സിലുള്ളൊരു പുള്ളി എന്തായാലും അവിടെ വെച്ച് കണ്ടു. പുള്ളി നമുക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ചെയ്തു. നമ്മൾ ഓക്കെ ആയി, സെറ്റായി. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ ചാറിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് ആ മഴ കാണാം. എന്ന് വെച്ചാൽ വെള്ളം പൂർണ്ണമായും തോർന്നു പോകാതെ അതിൽ ചെറിയ പായലൊക്കെ പിടിച്ച്. ശരിക്കും റോഡോഡോണ്ടൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ട്രീസ് ആണ്. ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ മഴയുള്ള സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല പൂത്ത് ചുവന്ന കളർ നിൽക്കും. ഭയങ്കര രസം അത് കാണാനായിട്ട്. ഞാൻ കാണാൻ പറ്റില്ല. ഇല്ല, അത് സീസൺ അല്ല, മൊട്ടിട്ട് വരുന്നു, മൊട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് എളുപ്പമായിരിക്കും. അപ്പൊ എന്തായാലും ഇത് ഇവിടെ നിന്നൊരു കാഴ്ച അടിപൊളിയാണ്. മുകളിലേക്ക് നല്ല ഒരു ാണ്. അതെ, നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് ചെന്ന് കയറുകയാണ്. അപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് അവളെ ക്യാരി ചെയ്യാൻ ഒട്ടും വയ്യ.
പേര് പോലെ തന്നെ സൂക്കോ വാലി ട്രക്കിംഗ് ആണ്. അതായത് സൂക്കോ എന്ന പേരുള്ള ഒരു വാലിയിലേക്കാണ് നമ്മൾ ട്രക്ക് ചെയ്ത് ചെന്നിറങ്ങുന്നത്. അപ്പം ഇവിടെ നടക്കുന്നത് നമ്മളൊരു കുന്ന് കയറി ഇപ്പോൾ അടിപൊളി ഒരു വ്യൂ പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് നല്ല താഴ്വാരങ്ങളാണ്, ചെറിയ മുളങ്കാടുകൾ, പ്രത്യേകതരം മുളങ്കാടുകൾ കൊണ്ടുള്ളൊരു താഴ്വാരം. അപ്പോൾ ഇവിടെ നിന്നാൽ ആൾമോസ്റ്റ് നമുക്ക് നാഗാലാൻഡിൻ്റെ ഒരു നല്ല ഒരു സൈഡിലെ നല്ല വ്യൂസ് നമുക്ക് കാണാം. അപ്പോൾ അതേ ഇതാണ് ആദ്യം നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ റിട്ടേൺ വരുന്നവരൊക്കെ ആയിരിക്കും. നമ്മളതിൻ്റെ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അമ്മയോടെ വന്നിട്ട് ഏകദേശം 1.5 മണിക്കൂർ എടുത്തു ഈ ബേസ് ക്യാമ്പിൽ എത്താനായിട്ട്. ഇനി ഇവിടുന്ന് ഒരു ശരിക്കും പ്ലെയിൻ ആയിട്ടുള്ള റീജിയനാണ്. കുറച്ചേരം ഇരുന്നിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം. എനിക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് പോകണം, എനിക്ക് കാണണമെന്നുണ്ട്. കാരണം അവിടുന്ന് ഇവിടം വരെ വന്നിട്ട് അപ്പോഴേക്ക് ഒത്തിരി ആഗ്രഹിച്ചു വന്നതാണ്. അപ്പം കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ഒരാൾ റെഡി ആയിട്ട് നിൽക്കുക മുകളിൽ കയറാൻ. അപ്പോൾ ഈ സ്പോട്ടിൽ നിന്ന് നമുക്ക് ഇനി ഒരു 1.5-2 മണിക്കൂറോളം, ഡിപ്പെൻസ് ഓൺ നമ്മൾ എത്ര സ്പീഡിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതുവരെ ഇവിടെ നമ്മൾ എടുത്തുകൊണ്ട് നടന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു വ്യൂ പോയിന്റിൽ മുകളിൽ വേണ്ട കുറേ ചേച്ചിമാരും ചേട്ടന്മാരും നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെക്കാൾ മുമ്പേ വലിഞ്ഞ് കയറുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് കുറച്ചുകൂടെ ഹൈറ്റിലായതുകൊണ്ട് ഇവിടെ നിന്നാൽ നമുക്ക് നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് കാണാം. നമ്മൾ ലോങ് പോയപ്പം, അതായത് ആ മ്യാൻമറിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നിടത്ത് നമുക്കിതുപോലെ ഒരു വ്യൂ ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പം ഇവിടെ നിൽക്കുന്ന ആളുകളിൽ 90% പേരും ഇന്നലെ കയറി അവിടെ ക്യാമ്പ് ചെയ്തതിന് ശേഷം റിട്ടേൺ ഇറങ്ങുന്നവരാണിത്. ആക്ച്വലി അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് നമുക്കൊന്ന് കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. അവിടെ ചെന്ന് കുറച്ച് നേരം ഇതുപോലുള്ള ഒരേ മൈൻഡ് സെറ്റുള്ള കുറേ ആളുകളെയൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് നമുക്കൊന്ന് സംസാരിക്കാനായാലും, കാരണം ഈ വരുന്ന ആളുകളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള പീപ്പിളാണ്. നമുക്ക് പലരോടും നമ്മൾ സംസാരിക്കുന്നു. ഇപ്പോൾ കുട്ടിയെ കൊണ്ട് വരുമ്പോഴായ തന്നെ അവരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പം ആക്ച്വലി അവർ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പം ഇവിടെ കുറേ നേരം ഞങ്ങളിരുന്ന് റെസ്റ്റ് എടുത്തു. കാരണം ഓൾറെഡി ഒന്ന് ടയേർഡാണെന്ന് മനസ്സിലായി ഞങ്ങൾ റെസ്റ്റ് എടുത്തു. ഇനി അങ്ങോട്ടേക്ക് വലിയ പാടുള്ള ട്രക്കിംഗ് അല്ല എന്നാണ് പറയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വ്യൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പുൽമേടാണെന്നേ നമ്മൾ പറയത്തുള്ളൂ, നമ്മുടെ ചെമ്പ്രയൊക്കെ പോലെയുള്ള പുൽമേട്. പക്ഷേ ഒരാൾ പൊക്കത്തിൽ 2 സൈഡിലും വളർന്നു നിൽക്കുന്ന ചെറിയ മുളങ്കാടുകളാണ്. നിങ്ങൾക്ക് 2 സൈഡിലും ട്രെക്ക് ചെയ്ത് പോകുന്ന വഴികളുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ട്രെക്ക് ചെയ്ത് വന്ന വഴികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാവുകയാണ് നമ്മളുടെ ഇനിയുള്ള റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിതുവരെ കുന്നും മലയൊക്കെ താണ്ടി വന്നു. ഇനിയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു പ്രത്യേകതരം പുൽമേടല്ല, ഒരു തരം മുളയുടെ ഒരു ചെറിയ ഇനമാണ്. ഇത് ഇത്രേ ആവുള്ളൂ. ഇങ്ങനത്തെ ഒരു ചെറിയ മൺപാതയിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പം വാലി കുന്ന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വാലിയിലേക്കാണ് ഇനി നമ്മളുടെ ട്രക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വരെ വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിരുന്നത് ഇവിടുന്ന് ഒരു 1.5-2 മണിക്കൂറോളം വീണ്ടും ട്രക്ക് ചെയ്യണം അടുത്ത വ്യൂ പോയിന്റിലെത്താൻ. അവിടുന്ന് വീണ്ടും കൊണ്ട് ട്രക്കിങ് താഴേക്ക്. ഒരുപാട് ക്യാമ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ. അപ്പം നമ്മൾ അങ്ങേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. റിട്ടേൺ വരാൻ പറ്റത്തില്ല ഇന്ന് നമുക്ക്. അപ്പോൾ എവിടെ വരെയാണ് പോകാൻ പറ്റുന്നതെന്ന് നോക്കാം. കാരണം നമ്മുടെ ബുള്ളു അവിടെ ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരാളൊന്ന് വീണു, ഒരു ചെറിയ ചിരിയൊക്കെ പാസ് ചെയ്തിരിക്കും. നമ്മുടെ കൂടെയുള്ള 80 വയസ്സായുള്ള ഡൽഹിയിൽ നിന്നുള്ള ഒരു മുത്തശ്ശിയാണ്. പുള്ളിക്കാരി സൂപ്പറായിട്ടാണ് പോകുന്നത്. നല്ല സമയത്ത് NCCയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഒരുപാട് സ്കൈയും ഇതും എല്ലാം ചെയ്തിട്ടുള്ള പുള്ളിയാണ്. അപ്പം ഈ 80 വയസ്സിലൊക്കെ ചെയ്യുന്ന ആളെ സമ്മതിക്കണം അല്ലേ? അതാണ് പാഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മളോടൊക്കെ എങ്ങൾക്ക് എത്തത്തിൻ്റെ സോക്കട വീട്ടിലെങ്ങനെ ഇരുന്നോട്ടെ. കാരണം ഇപ്പം ഇവളെയും കൊണ്ട് വന്നപ്പോൾ തന്നെ വേറൊരു ടീം ഞങ്ങളോട് ചോദിച്ചു, എന്നോട് വന്ന് പറഞ്ഞാണ് നിങ്ങളെ സമ്മതിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ വൈഫിനെ വിളിച്ചാൽ വരത്തില്ല. ഞങ്ങൾ 35 ദിവസമായിട്ട് ബൈക്കിലാണെന്ന് പറയുമ്പോൾ പുള്ളി സോളോ റൈഡറാണ്. കാരണം വൈഫ് ചെല്ലത്തില്ല, അപ്പോൾ വൈഫിനും വയ്യ. അപ്പം നമ്മളുടെ ഒരു പാഷനാണ് ആക്ച്വലി ഇത്. ഇൻ കേസ് എനിക്കൊന്ന് വയ്യാതായാൽ പോലും നമ്മൾ ആ പിക്ചറിൽ
കണ്ടതൊന്ന് നേരിട്ട് കാണണമെന്നുള്ള ആ ഒരു ഉള്ളിലെ ഒരു എന്താ പറയാ ഒരു ആഗ്രഹമാണ് ഞങ്ങളെ ഈ യാത്രയിലേക്ക് ഞങ്ങളെ നയിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരുപാട് പേര് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. അപ്പം തന്നെ നടക്കാൻ വയ്യ, അവര് പിടിച്ച് ഈ കയറിയ കയറ്റം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല ഇത്. ശരിക്കും ഞങ്ങള് 1.5 മണിക്കൂർ കയറിന്റെ ആകെ 5 മിനിറ്റ് പോലും തികച്ച് വീഡിയോ എടുത്തിട്ടില്ല. ഡോങ് പോയത് അവസ്ഥയായിരുന്നു. നമ്മള് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. മുമ്പിലോട്ടൊക്കെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഇന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഇവിടെ എവിടെ നോക്കിയാലും വ്യൂ പോയിന്റ് അല്ലേ ഇപ്പൊ. അങ്ങനെ കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ കഴിഞ്ഞു. ഈ നേരെയുള്ള വഴിയാണെന്നാണ് പറഞ്ഞത്. അയ്യോ, എല്ലായിടത്തും മലയാളികളാണ്. ഞങ്ങൾ വീണ്ടും മലയാളികളെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ഈ ചെല്ലുന്നിടത്തോട്ട് ചെന്നാൽ മലയാളികളേ അവിടെ ഉള്ളെന്ന്. ഇങ്ങനെ ട്രക്കിങ്ങിന് ഇറങ്ങുമ്പം സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്വീറ്റ്സും സ്നാക്സും ഒക്കെ കയ്യിലെടുത്തിരിക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ ഇടനാഴി പോലെയുള്ള വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ വന്ന വഴിക്കത്തെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഞാൻ പറയണമെന്നൊക്കെ വിചാരിച്ചു വന്നപ്പോഴാണ് ആ പ്രശ്നം. പുഴു എന്ന് പറഞ്ഞാലും പോരാ, ആ മരത്തടി നിറയെ പുഴുവാണ് ഇരിക്കുന്നത്, ഒരു പ്രത്യേകതരം പുഴു. അത് ഞാൻ എടുത്തിട്ടുണ്ട്, കിട്ടിയോന്നറിയില്ല. ഇങ്ങനെ വരിയായിട്ട് നോക്കൂ, കാട്ടിക്കൂടെ പോകുന്നവരുണ്ട്. ഇതാ ഒരു തരം കണ്ടു കഴിഞ്ഞാൽ ഒരു തരം മുള പോലത്തെ ഒരു സംഭവമാണ് ഈ ചെടി. ഒരു പരിധി കൂടുതൽ അത് വലുതാവത്തില്ല, അത്രയും നിൽക്കൂ. അവളെ കൊണ്ടാവുന്ന പോലൊക്കെ അവള് നടക്കും. കഷ്ടം. ഇവിടുന്നുള്ള വ്യൂ ഭയങ്കര കിടിലമാണ്. ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വ്യൂ നമ്മുടെ കേരളത്തിലുണ്ടോ? ഇല്ല. പക്ഷെ ഈ രീതിയിലുള്ള കുന്നുകള് ഞാൻ പറയാം ചെമ്പ്ര കയറുമ്പോ അത് തന്നെ. അപ്പൊ അതെ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മരക്കാലുകൾ കാണാം ഒരുപാട്. എനിക്ക് ഇത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത്, ഞാൻ ഈ പുൽമേട്ട് വഴി നമ്മുടെ ശബരിമലയിൽ പോയിട്ടുണ്ട്. ശബരിമല സത്രം വഴി അത് സൂപ്പർ റൂട്ടാണ്. അതുവഴി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഇത്രയും വലിയ ഇതൊന്നുമില്ല, ഇതുപോലത്തെ ഇതൊന്നുമല്ല, മുളയൊന്നുമല്ല, അത് ഇതേ ഉള്ളൂ. പക്ഷേ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്ലെയിൻ ഒരു മുട്ടക്കുന്നുകളിലൂടെ പോകുന്നത്. എന്നിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ മലയുടെ ഇടയ്ക്കുകളില്ലേ, അവിടെ വരുമ്പോഴത്തേക്ക് ഷോള ഫോറസ്റ്റ് പോലെ കാണും. അപ്പോൾ അത് ഭയങ്കര രസം ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിൽ വേറൊരു ഫീലിംഗാണ്. നമ്മൾ കുറച്ച് ഇവിടെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ലല്ലോ, ഈ മുളയുടെ ആരെങ്കിലും നിന്നാൽ കാണാൻ പറ്റത്തില്ല. പക്ഷെ മറ്റേത് അങ്ങനെയല്ല, നമുക്ക് അവിടെ നിന്ന് ഈ മുട്ടക്കുന്നിൻ്റെ മുകളിലേക്ക് ഈ ആനയും ഇതൊക്കെ ഒന്ന് മേയുന്നതൊക്കെ കാണാനൊക്കെ പറ്റും. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നിന്നിട്ട് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പുൽമേടായിട്ട് മാത്രമേ നമുക്ക് തോന്നൂ. നമ്മൾ അൺലെസ് അതിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും നമ്മളെക്കാൾ ഹൈറ്റിൽ ഒരു തരം മുള അണ്ടത് നോക്ക് എൻ്റെ ഹൈറ്റിലുണ്ട്, ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ ആ ഫ്രണ്ടിലേക്കുള്ള വ്യൂ പോയിന്റ് കാണുമ്പോൾ ഞാൻ കവർ ചെയ്ത വഴികളൊക്കെ തന്നെയാണ് അത്. കണ്ടു കഴിയുമ്പോൾ കണ്ടോ ഇത് കറക്റ്റ് പുൽമേടാണെന്നേ നമ്മൾ വന്ന വഴിയത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഫോട്ടോസിലെല്ലാം ഇത് കാണുമ്പോഴും എൻ്റെ മനസ്സിലൊരു പുൽമേട് മാത്രമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു രീതിയിലുള്ള ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ ഉണങ്ങിപ്പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് കാട്ടുതീയൊക്കെ ഉണ്ടായതിൻ്റെയൊക്കെ കുറേ സൈൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ മലയുടെ അപ്പുറത്തെ സൈഡ് മണിപ്പൂരാ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന നാഗാലാൻഡ് ആണെങ്കിലും ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് മണിപ്പൂരാ. ഈ രണ്ട് സ്റ്റേറ്റുകളുടെ വ്യാപിച്ച് കിടക്കുക. അപ്പോൾ അവിടുന്ന് വേറൊരു എൻട്രി ഉണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ പ്രശ്നങ്ങളെ കാരണം അവിടെ ഇപ്പോൾ ആരും കയറുന്നില്ല. ഈ ഭാഗം കണ്ടോ, ഇതെല്ലാം ഒരുമാതിരി മരങ്ങളെല്ലാം ഒരു തീ ഒക്കെ കത്തി നിൽക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ എൻ്റെ തടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ കരിഞ്ഞ്, അതിപ്പോൾ ചിലപ്പോൾ കാട്ടുതീ ആയിരിക്കാം, എനിക്കറിയില്ല. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ പൊളഞ്ഞൊക്കെ. ഈ വഴി മിസ്സാക്കിയിരുന്നെങ്കിൽ ഭയങ്കര മിസ്സായിരുന്നു അല്ലേടി. അയ്യോ ഓക്കെ, ഉറക്കം വരുന്നു. സൂപ്പർ വ്യൂ അല്ലേ. ഇവിടെ എങ്ങോട്ട് ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും വ്യൂ. അപ്പോൾ ഈ ഒരു ട്രക്കിംഗ് ചൂസ് ചെയ്യുന്നവർ കൂടുതലും ഒരു ഡേ ഇവിടെ തങ്ങാനാണ് തങ്ങിയിട്ടാണ് റിട്ടേൺ പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എന്താ പറയുക അന്ന് തന്നെ
കയറി ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളിവിടെ വഴിയിലൊക്കെ വെച്ച് കണ്ട് കുറേ പേര് അവിടെ സ്റ്റേ ചെയ്തിട്ട് റിട്ടേൺ വരികയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ കൂടെ ഉണ്ടെന്നാണ് ഇപ്പം ഒരാൾ പാസ് ചെയ്ത് ചോദിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലെ ആ ഒരു കാഴ്ച കണ്ടോ, അവിടെയൊക്കെ ആ ചുമന്ന പൂ പൂത്തിട്ടുണ്ട്. അതാണ് റോഡ് പൂ. അതിങ്ങനെ പൂത്തിക്കാൻ ഭയങ്കര രസമാണ്. കൊള്ളാണ്, സൂപ്പറാണ്. അവിടെ കണ്ണ് ഉറക്കം വരുന്നവിടെ, ഉറക്ക ക്ഷീണമുണ്ട്. നമുക്ക് അവിടെ പോയി അരമണി ഇരിക്കുമ്പോഴേ ചോറ് നിന്നിട്ട് കണ്ണിന് അരമണിക്കൂർ വെച്ച ഉറക്കമല്ലോ കേട്ടോ. അവിടെ കൊണ്ട് കുറച്ച് മുട്ടക്കുന്ന്, ശരിക്കും അതൊരു മുട്ടക്കുന്നല്ല. ഇത്രേ ഇതുള്ള ഈ ഹൈറ്റുള്ള മുളയാണ് ആ നിൽക്കുന്ന എല്ലാം തന്നെ. കണ്ടാൽ പറയില്ല, ഫീലാണ് ഈ ട്രക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളിതുവരെ ചെയ്ത ട്രക്കിംഗ് പോലല്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം ടോപ്പ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ഒരു ചെറുതായിട്ട് നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്തെ ടെൻറ്റും ചെറിയൊരു കൂടാരം പോലെ ചെറിയൊരു ബിൽഡിംഗ്, ഒരു തകര ഷീറ്റൊക്കെ ഇട്ടടിച്ചത് മാത്രം നമുക്ക് കാണാം. ഇവിടെ ഇങ്ങനെ നിന്നാൽ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടു നിന്നേ പോകും. അപ്പം നമുക്ക് സമയമില്ല. പോകുന്ന വഴിക്ക് വീണ്ടും മലയാളികളെ ഞങ്ങൾ കൂട്ടിമുട്ടുകയായിരുന്നു. അപ്പം ഈ ഹോൺബില്ലും അതിനെ സംബന്ധിച്ച് വരുന്നവരെല്ലാം ഇവിടെ ഈ ഒരു ട്രക്കിംഗ് കൂടെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ട്രക്കിംഗ് മാത്രമല്ല, ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം മിക്കവാറും എല്ലാവരും അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ കൊച്ചിനെ കൊണ്ട് വരുമ്പം ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചിറങ്ങുമെന്നൊക്കെ പറയുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ നമ്മൾ ചെല്ലുന്തോറും കാഴ്ചകളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴത്തേനും വീണ്ടും ചെറിയൊരു ഡെൻസ് ഫോറസ്റ്റ് ഒക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ കാര്യം, കാരണം ഇത്രയും നമുക്ക് വെള്ളമൊന്നും ചുമന്നുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ സ്റ്റേ ഉള്ളവർക്ക് മാഗിയും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചോലയുണ്ട്. ആ ചോലയ്ക്കകത്ത് നിന്നാണ് അവർ വീപ്പയൊക്കെ വെച്ച് വെള്ളമൊക്കെ നിറച്ച് ചുമന്ന് കെട്ടി മേളിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായി. നമുക്കിവിടെ നിന്നാൽ മുകളിലുള്ള ആളുകളുടെ സംസാരവും കാര്യങ്ങളും പിന്നെ ചെറിയ മാഗിയുടെ മണമൊക്കെ അടിച്ചു തുടങ്ങിയത്. ഇതുവഴിയാണ് അവർ വെള്ളമൊക്കെ എടുത്തത്. എന്തായാലും നമുക്കിനി മുകളിലേക്ക് ചെല്ലാം. എത്തിയെന്ന് തോന്നുന്നു, ഒരു വിളക്കം വച്ചേക്കുന്നു. എത്തി അമ്മേ, അയ്യോ, അങ്ങനെ വളരെ കഠിനമായിട്ടുള്ള ഒരു ട്രെക്കിങ്ങിന് ശേഷം സുക്കോ വാലി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം, ഈ ഒരു വ്യൂ ആണ് ഞങ്ങളിവിടെ എത്തിച്ചത്. അത് പക്ഷേ നഷ്ടമായില്ല. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ്. എന്ത് അടിപൊളിയാന്ന് നോക്കി. ശരിക്കും ഇതെല്ലാം ഈ ഹൈറ്റിലുള്ള പുല്ലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ട്രെക്ക് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് പോകുന്നത് വീണ്ടും 2 മണിക്കൂർ എടുക്കും. പോയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് പിന്നെ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇന്ന് തിരിച്ച് പോവാണ് ഇവിടുന്ന്. എന്ത് അടിപൊളിയാന്ന് നോക്കേ. അടിപൊളി. അവിടെ നിന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ആൾക്കാർ അങ്ങോട്ട് നടന്നു പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അത് അങ്ങോട്ട് താഴെ വരെ പോകാൻ പറ്റും. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ് ബസ്. നമ്മൾ ഈ കണ്ട കാഴ്ച അടുത്തിലും അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കാഴ്ച കാണുന്നു, ഞങ്ങൾ തിരിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സുക്കോ വാലി എന്ന് പറയുന്നത്. വളരെ എത്ര നേരം കണ്ണെടുത്തുന്നാലും എന്തായാലും പറയുന്നത് നമുക്ക് കണ്ടെടുക്കാൻ തോന്നുന്നില്ല ആ ഒരു വ്യൂവിൽ നിന്നും. അത്രയും കിട്ടിലൊരു വ്യൂ ആണിത്. ചോറ് വെച്ചോണ്ട് വന്നത് ഞങ്ങൾ ശരിക്കും മണിപ്പൂര് പോകാൻ ഇറങ്ങിയതാണ്. ആ ചോറ് ബാഗിൽ ഇരുന്ന് അറിഞ്ഞില്ല, അത് കാര്യമായി. ഞാൻ മാറ്റത്തില്ലായിരുന്നു, അപ്പം മാറ്റി വെച്ചിട്ട് ചോറ് കൊണ്ടുവന്ന് വളരെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചോറ് നല്ല ചൂടോടെ ഇരുന്നു. കാരണം ഇന്നലെ ചോറ് വേവിച്ച് ഞാൻ വെച്ചത്, സാധാരണ രാത്രിയിലാണല്ലോ വേവിച്ച് വെക്കുന്നത്. വേവിച്ച് വെച്ചിട്ട് ഇന്ന് രാവിലെ ചെന്ന് എടുക്കാന്ന് പറഞ്ഞാൽ സത്യമായിട്ടും അത് വീണ്ടും അരിയായി, തണുത്ത അരിയായി. അപ്പം ഞാനെന്തോ ഇത് വീണ്ടും ചൂടാക്കിയിട്ട് പിന്നെ ആറാനൊന്നും നേരമില്ല, തട്ടത്തിൽ അടച്ചു വെച്ചതുകൊണ്ട് നല്ല ചൂടോടെ ചോറ് ഇരുന്നു. ഞങ്ങളെല്ലാവരും ചോറ് കഴിച്ചോണ്ട് ഇവിടെ വന്ന് എല്ലാവരും മാഗിക്ക് അടിയിടുകയാണ്. ഒരു നമ്മുടെ 10 രൂപയുടെ കവറിനെ 12 രൂപയുടെ കവറിനെ 4ആയിട്ട് ഭാഗിച്ച് ആ വെള്ളം ഒഴിച്ച് സൂപ്പാക്കി ഇവിടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പൊ ഞങ്ങള് നമ്മളിങ്ങനെ കുട്ടിയെ കൊണ്ടൊക്കെ വരുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഇൻസ്പിറേഷൻ ആണ്. നമ്മളുടെ വീഡിയോ ഒക്കെ എടുത്തു, നമുക്ക് അന്ന് എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ ബാഗിൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഈ ഒരു കാഴ്ചക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ടി ഞങ്ങൾ കയറി വന്നത്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഒത്തിരി ആന്താണോ? ചോറൊക്കെ കഴിഞ്ഞു.
ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അവിടുന്ന് വീണ്ടും ഒരു ബേസ് ക്യാമ്പ് കൂടെ ഉണ്ട് പോലും താഴെ. അവിടേക്ക് 2.5 മണിക്കൂർ യാത്ര. വലിയ കഠിനമായ വഴിയൊന്നുമല്ല, ഇപ്പൊ നമ്മൾ കവർ ചെയ്ത ടൈപ്പ് വഴിയാണ്. പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മളെ ട്രക്കിങ് ഒരുപാടായി. നമുക്ക് കാണേണ്ട കാഴ്ച, അതായത് ആ കടയിലൂടെ നിന്ന് കാണുന്നതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല, പക്ഷെ സംഭവം അടിപൊളിയാണ് കാണാൻ. അത് എന്താ, നമ്മൾ ഈ സ്കോട്ട്ലൻഡിലൊക്കെ വാലീസ് ഒക്കെ കാണത്തില്ലേ, എനിക്കറിയില്ല അത് പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്ന്. അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോറെടുത്തത് വലിയ കാര്യമായി എന്തായാലും. അവള് ചെറുതായിട്ട് ഉറങ്ങാനുള്ള പരിപാടിയിലൊക്കെയാ. അപ്പൊ ഇനി താഴെ ചെന്നിട്ട് കാണാം, അതായിരിക്കും നല്ലത്. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിപ്പോയി. ഈ കാഴ്ച നിങ്ങളെ കാണിച്ചേ പറ്റൂ. ഇങ്ങനെ ചുമന്നാണ് ഞങ്ങൾ 2 ട്രക്കിങ്ങിലും അവളെ തിരിച്ച് കയറ്റിയത്. കാരണം ഉറങ്ങിക്കഴിയുമ്പോൾ അവൾക്കൊരു ബാലൻസ് ഇല്ല. ചെറിയ ഇടുങ്ങിയ വഴിയല്ലേ, നമുക്കിട്ട് നടക്കാനും പാടാ, തനിയെ തന്നെ നടക്കാൻ പാടാണ്. നമുക്ക് ഈ ട്രക്കിങ്ങിനിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ അവിടെ ഇരിക്കുക, റെസ്റ്റ് ചെയ്യുക, ഷൂ ഒക്കെ സോക്സ് ഒക്കെ ഊരി കളഞ്ഞിട്ട് നമ്മുടെ കാലിൻ്റെ വെള്ളയും കൈയുടെ വെള്ളയൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കുക. ചുറ്റിരിക്കുന്നവർക്ക് എന്തെങ്കിലും വീശി തരാൻ പറയുക. അപ്പോൾ അങ്ങനെ എയർ സർക്കുലേഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലോട്ട് ഇച്ചിരി മധുരമൊക്കെ ചെല്ലുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ഒരു തലച്ചോറിനൊരു ചെറിയൊരു ആശ്വാസം കിട്ടും. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആവുക, ഒന്ന് ചില്ലാവാൻ ശ്രമിക്കുക. അയ്യോ, എത്താറായെന്ന് തോന്നുന്നല്ലേ. അയ്യോ കേട്ടോ, ക്ഷീണിച്ചിരിക്കും.